അപ്പോൾ ഗായ്സ് ഇന്നാണ് കണ്ണൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് UKG. ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് കണ്ണ് ഫ്രീ ആവണം. പക്ഷെ കണ്ണൂന് ഇതുവരെ മനസ്സിലായിട്ടില്ല UKG കഴിഞ്ഞ് ഇനി വെക്കേഷനാണെന്നുള്ളത്. രാവിലെ തന്നെ എണീക്കാനായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ അംഗം വെട്ടണം. കാരണം 7 മണിക്ക് എണീപ്പിച്ച് കഴിഞ്ഞാലാണ് 8 മണിയാകുമ്പോൾ കണ്ണപ്പം ബസ് കയറി പോകത്തുള്ളൂ. അതുവരെ വീട്ടിൽ ആ ഒരു മണിക്കൂർ നല്ല ഒച്ചപ്പാടും ബഹളമായിരിക്കും. വാടാ, എണീക്കടാ, കുളിക്കടാ, കഴിക്കടാ. കഴിക്കടാ കേട്ടോ കൂടുതൽ. കാരണം വായിൽ വെച്ചുകൊണ്ട് ഇറക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് എല്ലാത്തിനോടും കോപ്പറേറ്റ് ചെയ്തോളും. ഒന്നും വേണ്ടാന്നും പോകണ്ടെന്നൊന്നും പറയില്ല. പല്ലേക്കാനും കുളിക്കാനൊക്കെ വിളിച്ചാൽ കണ്ടച്ച് നിൽക്കുമെന്നുള്ളൂ. പക്ഷേ ആളതൊക്കെ കോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇന്ന് പുട്ടും പഴമായിരുന്നു. ഞാൻ വാരി കൊടുക്കുന്ന നേരം കൊണ്ട് ആൾ GK ആണെന്ന് എക്സാം, GKയും കളറിങ്ങും. അപ്പോൾ GK ഒക്കെ തന്നെ ഇരുന്ന് വായിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ പതിവൊന്നും ഇല്ലാത്തതാണ്. കയ്യിലാണ് കാണുന്നത് സ്കെച്ചാണ്. ഇന്നലെ ഒന്ന് ഹൾക്കിനെ വെനമാക്കിയതാണ്. ആ കളർ മൊത്തം കയ്യിലും വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്ലാസ്സിലോട്ട് പോകാൻ പോണത്. ഉച്ചക്ക് വന്നുകൊണ്ട് തന്നെ ലഞ്ച് കൊടുത്തു വിടണ്ട, സ്നാക്സും വാട്ടറും മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പം ഞാൻ ബാഗിലോട്ടുള്ള സ്നാക്സും വാട്ടറും ഒക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇവൻ ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ബുക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ കണ്ണനെ റെഡിയാക്കുന്ന തിരക്കിലായി. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് ക്ലാസ്സിലൊന്നും പോകണ്ടല്ലോ. ഇനിയിപ്പോൾ വാവയൊക്കെ വന്നു കഴിഞ്ഞേക്ക് ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു ഓപ്പൺ ഹൗസും കോൺവെക്കേഷനും കഴിഞ്ഞു. അങ്ങനെ കണ്ണപ്പൻ അതാ വേഗം റെഡിയാക്കി. സാധാരണ ഇപ്പം നിതീഷേട്ടനാണ് രാവിലെ കൊണ്ടാക്കുന്നതെങ്കിലും ഇന്ന് നിതീഷേട്ടൻ രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോയതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുവന്നാക്കണം ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പം ആൾ വേഗം റെഡിയാവുന്നുണ്ടായി. കയ്യിൽ ആ സ്കെച്ച് നക്കി വരെ നോക്കുന്നുണ്ടായി കളയാൻ പറ്റുമെന്ന്. ഇന്നലെ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടടാ നാളെ ആയാലും പോകില്ലാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷൂസൊക്കെ ഇട്ട് ഞങ്ങൾ നടന്നാണ് സ്റ്റോപ്പിലോട്ട് പോയത്. സാധാരണ അച്ഛൻ്റെ ഒപ്പം വണ്ടിക്കാണ് കൊച്ചു പോവാറ്. അങ്ങനെ ഓടിപ്പോകുന്നത് വൈകിയെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ എന്നപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായില്ല. അങ്ങനെ കയറ്റി വിട്ടു.